ആകെയുള്ള 119 മണ്ഡലങ്ങളിൽ 64ലും വിജയിച്ചുകൊണ്ടായിരുന്നു തെലങ്കാനയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് അധികാരം പിടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ അവകാശവാദം. എന്നാൽ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ഗ്രേറ്റർ ഹൈദരാബാദ് മേഖലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളാണ്. സംസ്ഥാന തലസ്ഥാന മേഖലയിൽ 24 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. എന്നാൽ ഇവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല എന്നതാണ് ശ്രദ്ധേയം. AIMIM പതിവ് പോലെ 7 സീറ്റുകൾ നേടിയപ്പോൾ ഒരിടത്ത് BJP വിജയിച്ചു. ബാക്കിയുള്ള 16 മണ്ഡലങ്ങളിലും BRSനായിരുന്നു ജയം. നവംബർ 30 നടന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രേറ്റർ ഹൈദരാബാദിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നടിഞ്ഞെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെയും മറ്റു പട്ടണങ്ങളിലെയും പ്രകടനമാണ് കോൺഗ്രസിന് കരുത്തായത്. ഗ്രേറ്റർ ഹൈദരാബാദ് മേഖലയിൽ 4 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവയിൽ 2 ഹൈദരാബാദും സെക്കന്ദരാബാദും ഉൾപ്പെടെ പൂർണ്ണമായും ഗ്രേറ്റർ ഹൈദരാബാദ് പരിധിക്ക് കീഴിലാണ്. മൽക്കാജ്ഗിരിയിൽ തലസ്ഥാനത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ചെവല്ലയിൽ രാജേന്ദ്രനഗർ, സെരിലിംഗംപള്ളി എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി 2019 മൽക്കജ്ഗിരി ലോക്സഭാ സീറ്റിൽ വിജയിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയം. അതോടെ ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നത് ഭരണകക്ഷിക്ക് ഇപ്പോൾ അഭിമാനകരമായ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൽക്കാജ്ഗിരി ലോക്സഭാ സീറ്റിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് BRSനോട് തോറ്റു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൽക്കാജ്ഗിരി, ഉപ്പൽ, LB നഗർ എന്നീ നിയമസഭാ സീറ്റുകളിൽ രേവന്തിന് ഭൂരിപക്ഷം ലഭിച്ചുവെന്നതാണ് ഏകരക്ഷ. 2019ലും 2009ലും ഈ സീറ്റ് കോൺഗ്രസ് നേടിയപ്പോൾ 2014 TDP പിടിച്ചെടുത്തു. മൈനാമ്പള്ളി, ഹനുമന്ത് റാവു, ഹരിവർദ്ധൻ റെഡ്ഡി, K ലക്ഷ്മ റെഡ്ഡി എന്നിവർ ഈ സീറ്റിൽ കണ്ണുവെക്കുന്നുണ്ടെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പാർട്ടി നേതൃത്വം. ചെവല്ലയാണ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ലോക്സഭാ സീറ്റ്. മണ്ഡലത്തിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പർഗി, വികാരാബാദ്, തണ്ടൂർ എന്നിവ നേടി ശേഷിക്കുന്ന 4 സീറ്റുകൾ മഹേശ്വരം, രാജേന്ദ്രനഗർ, സെരിലിംഗംപള്ളി, ചെവല്ല എന്നിവ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRS നേടിയിരുന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നേടിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്നാൽ ഇതോടെ സംസ്ഥാനത്തെ സീറ്റ് മോഹികളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്തെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടിയുടെ അനുമതി തേടി ഒരു മണ്ഡലത്തിൽ നിന്നും 3ഉം 4ഉം നേതാക്കൾ എത്തിയതോടെ ടിക്കറ്റ് മോഹികളുടെ എണ്ണം 100 കടന്നുവെന്ന വാർത്ത ഈ അടുത്താണ് കേട്ടത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആവേശഭരിതരായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ തെലങ്കാനയിൽ നിന്ന് മത്സരിപ്പിക്കാൻ സംസ്ഥാന കോൺഗ്രസ് അടുത്തിടെ പ്രമേയം പാസാക്കിയിരുന്നു. സോണിയാഗാന്ധി ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന ആവശ്യവും ശക്തമാണ്.